ഇതൊക്കെ ഒരു ഓഫറും കൂടിയാണ്. ഒരു നമ്മള് വേനൽക്കാലത്തെ ഇതും കൂടി 800 രൂപ കൊടുക്കുന്നത്. 800 രൂപയ്ക്ക്? അതെ. ഇത് നമ്മൾ 1000-1200 കൊടുത്തിന്. ഇപ്പൊ വെറും 800 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു വീഡിയോ ഓഫർ ആയിട്ട് 800 രൂപ കൊടുക്കും. ഓ, ഇതിന് നിറയെ കാശുണ്ട്. നിറയെ കായുണ്ട്. ഈ ഒരു ചെറിയ മരത്തിൽ ഇങ്ങനെ കൊലയോട്ട് കാണില്ലേ? അടിപൊളി. ഇതിലെ ചെറിയ തൈകൾ 200 രൂപ മുതൽ നമുക്ക് 150 രൂപ മുതൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് സ്റ്റോക്ക്. ഇനിയിപ്പോ 200 രൂപയുടെ തൈകളുണ്ട് നമ്മളത്. ഈ മാപസന്ത് ഉണ്ട്, മല്ലിക ഉണ്ട്. ഇതൊക്കെ 200 രൂപ മുതലില്ല തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പേര് അനീഫ. എന്റെ നഴ്സറിന്റെ പേര് മൈമന യുസറ. മഞ്ചേരി തൃക്കലങ്കോട് പഞ്ചായത്തിൽ കാരക്കുന്ന് തച്ചുണിയിലാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേരിയിൽ തൃക്കലങ്കോട് പഞ്ചായത്തിൽ കാരക്കുന്ന് തച്ചുണ്ണി പറഞ്ഞ സ്ഥലത്താണ്. തച്ചുണ്ണിയാണ് നമ്മുടെ സ്റ്റോപ്പ്. അവിടുന്ന് ഇളങ്കൂർ റോട്ടിൽ കൊലത്ത് സ്കൂളിന് തച്ചുണ്ണീൻ്റെ മധ്യമായിട്ടാണ് നമ്മൾ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 95 39 64 8947. പിന്നെ ആർക്കെങ്കിലും തോട്ടം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാവ് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ഈ ചക്കയോട് കൂടി ഈ തൈകൾ നമ്മൾ കൊടുക്കുന്നത് വെറും 500 രൂപയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാ തൈകൾക്കും എന്തുണ്ട്? ചക്ക ഉണ്ട്. ഇതിന് വെറും 500 രൂപ. ഇത് ഈ തൈ തന്നെ നമ്മളെടുത്ത് 80 രൂപ മുതൽ 1500 രൂപ വരെ അല്ലേ തൈകൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് ചക്കയോട് കൂടിയിട്ട് ഇത്രയും വലിയ തൈകൾ 500 രൂപ കൊടുക്കണം അല്ലേ? അതെ. അതേമാതിരി 800 രൂപന്റെ ഉണ്ട്, 1000 രൂപന്റെ ഉണ്ട്, 1200 1500. അത് കടവണ്ണത്തിനൊക്കെ കവറിനനുസരിച്ചില്ല, പ്രായത്തിനനുസരിച്ച് കൂടും. അതെ അതെ അതെ. ഇത് വിയറ്റ്നാം അതിന്റെ ചെറുതല്ലേ? അതെ, അതിന്റെ ചെറുത്. പിന്നെ നമ്മളടുത്ത് റെഡ് ജാക്ക് ഉണ്ട്, ഡെൻസൂര്യ ഉണ്ട്. ഇത് ഡെൻസൂര്യ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. റെഡ് ജാക്ക് അടിപൊളി ചക്കനല്ലേ? ഒറിജിനൽ. ഇത് നമ്മൾ ഡെൻസൂര്യ. ഇപ്പൊ ഇവിടെ കണ്ടെങ്കിൽ ഇതേമാതിരി ഞാൻ വിയറ്റ്നാം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. ഇതൊക്കെ കായുണ്ട്. ഇതൊക്കെ 800 രൂപ. ഇതൊക്കെ 800 രൂപ കായുള്ളത്. ഇതൊക്കെ കായ വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു വേനൽ ഓഫർ കൂടി കേട്ടോ. ഇതിപ്പോ ഇപ്പൊ നിങ്ങൾ ഈ തയ്യിന്റെ ഒക്കെ വണ്ണം കണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഓഫറും കൂടിയാണ്. ഒരു നമ്മള് വേനൽക്കാലത്തെ ഇതും കൂടി 800 രൂപ കൊടുക്കുന്നത്. 800 രൂപയ്ക്ക്? അതെ. ഇത് നമ്മൾ 1000-1200 രൂപ കൊടുത്തിന്. ഇപ്പൊ വെറും 800 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു വീഡിയോ ഓഫർ ആയിട്ട് 800 രൂപ കൊടുക്കും. ഓക്കെ, ഇതൊക്കെ 800 കൊടുക്കുക അല്ലെ? ചക്കയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. വെറും 800 രൂപക്കാണ് മരം കൊടുക്കുന്നത്. അതിലൊക്കെ ചക്ക ഉണ്ട്. 800 രൂപ. ഇതൊക്കെ 800 രൂപയാണ്. അതിനൊക്കെ കടവണ്ണം കണ്ടകൾ അടിപൊളി. കടവണ്ണം ഉണ്ട്. നല്ല വലിയ ചക്കയാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് വാങ്ങുന്നത്. ഇത് നമ്മളടുത്ത് മല്ലിക ഉണ്ട്, ഹിമാപസന്ത് ഉണ്ട്, മൽഗോവ ഉണ്ട്, പിന്നെ നാംഡോക്മായി ഉണ്ട്, അതേമാതിരി കച്ചാമീട്ട ഉണ്ട്. അതെ അതെ അതെ. അതേമാതിരി കലാപ്പാടി ഉണ്ട്, കാറ്റിമൂൺ ഉണ്ട്, പൾമർ റെഡ് ഉണ്ട്. അങ്ങനെ ഒരുവിധം അത്യാവശ്യം തൈകളൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഇനി കാറ്റിമൂൺ ചെറുത് വേണമെങ്കിൽ ഉണ്ട്, വലുതുണ്ട്. ഈ കാഴ്ച നിൽക്കുന്ന കാലാപ്പാടി അല്ലേ? കാലാപ്പാടി. കാലാപ്പാടി നല്ല മരം തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല മരം തന്നെയാണ്. അതിന്റെ ചെറുതും വലുതൊക്കെ ഉണ്ട്. കാലാപ്പാടി ചെറുത് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്? കലാപ്പാടി നമ്മളടുത്ത് ഇപ്പോ ഓൾറെഡി 200-250 രൂപ തയ്യാറുള്ളത്. ഓക്കെ, ഈ മാമ്പഴങ്ങളൊക്കെ ഏതാ? ഇത് നാംഡോക്മായി. ഇത് ഗ്രാഫ്റ്റ് ആണ്. വിയറ്റ്നാം സൂപ്പർ. ഓക്കെ, വിയറ്റ്നാം സൂപ്പറിന്റെ ഗ്രാഫ്റ്റ് തൈ. ഇത് 120 രൂപ. 120 രൂപ. ഇത് അതിന്റെ വലുപ്പം കണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള തൈ. അതെ അതെ അതെ. അല്ല, ഇത് നാംഡോക്ക് ഫ്ലവർ വന്നിട്ടുള്ളത്? അതെ, ആ ഫ്ലവർ വന്നിട്ട് നാംഡോക്മായി. അതിപ്പോ നമ്മളടുത്ത് നാംഡോക്മായി നമ്മളടുത്ത് 500 മുതൽ 2500 രൂപ വരെ തൈകളുണ്ട്. ഏകദേശം ഇതൊക്കെ 2500-2000 കൊടുക്കാം. അതില് പല പ്ലാന്റിന് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഫ്ലവർ വന്നിട്ടുള്ളതോ? ഇത് നമ്മള് എന്താ പറയാ, ഓൾ സീസൺ. തായ്ലാൻഡ് ഓൾ സീസൺ. ഓൾ സീസൺ കായെല്ലാം ഉണ്ട്. കായുള്ളതുണ്ട്. കായലുണ്ട്. ശരിയാണ്. അവിടെ ഉണ്ട്. കായ വന്നതാണ് ഈ കാണുന്നത്. ഓ, ഇതിന് നിറയെ കാശുണ്ട്. ഈ ഒരു ചെറിയ മരത്തിൽ ഇങ്ങനെ കൊലയോട്ട് കാണില്ലേ? അടിപൊളി. ഇതിലെ ചെറിയ തൈകൾ 200 രൂപ മുതൽ നമുക്ക് 150 രൂപ മുതൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് സ്റ്റോക്ക്. ഇനിയിപ്പോ 200 രൂപയുടെ തൈകളുടെ നമ്മളത്. 200 രൂപേണ്ടത്. അത് എത്ര വർഷം കൊണ്ട് കായ്ക്കും? 200 രൂപന്റെ ഒക്കെ? അതൊക്കെ മാക്സിമം 2 വർഷം. അതിന്റെ മുന്നേ 1 വർഷം ആകുമ്പോൾ കായ്ക്കും. പക്ഷെ അത് കായ നമ്മൾ എന്താ വെച്ചാൽ അപ്പൊ മരത്തിന് കരുത്തുണ്ടാവില്ല. ഫസ്റ്റിൽ വരുന്ന തൈ ഇതേമാതിരി ഒന്ന് കരുത്തതിന്റെ ശേഷം നല്ലത്. ഇതൊക്കെ ഇപ്പൊ നിലത്തോട്ട് വെച്ചാൽ കഴിഞ്ഞാൽ അല്ല, ഇതൊക്കെ ഫ്ലവറായി. ഇതൊക്കെ കായ്ച്ച മരമാണ്. ഏകദേശം 2 വർഷം ആകുമ്പോഴേക്ക് ഇതുപോലത്തെ കടവണ്ണം വേണം ശരിക്കും. അപ്പോഴാണ് ഈ കരുത്ത് കിട്ടുള്ളൂ. ഇതുപോലെ കായ്ച്ച് നിൽക്കാനുള്ള കരുത്ത് കിട്ടുള്ളൂ. അതേതാ നമ്മൾ കാണിക്കുന്നത്? വിയറ്റ്നാമിന്റെ ഗ്രാഫ്റ്റ്. അടിപൊളി തയ്യൽ. ഇതുണ്ട് നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എത്ര രൂപ വെച്ചിട്ട് കൊടുക്കാം നമുക്ക്? ഇതിപ്പോ 350 രൂപ കൊടുക്കും. 350 രൂപ. ഇതിപ്പോ ഇത് ഒരു നിശ്ചിത ഫീസുള്ളൂ. അതെയോ? കുറവായിരിക്കും. കുറവായിരിക്കും.
സാധനം ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് ഇനിയിപ്പോ കൂടുതൽ താമസം നിർക്കൂല കായ്ക്കാൻ? നേരത്തെ കഴിക്കും. കൂട്ടം കൂടി നിൽക്കുന്നത് ഇത് മിയാസാക്കിയാണ്. മിയാസാക്കി. പക്ഷെ ഇതിപ്പോ നിങ്ങളിപ്പോ കൊടുക്കണില്ല. ഞങ്ങൾ റിസൾട്ട് വരട്ടെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതേമാതിരി കാറ്റിമൂൺ ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മളടുത്ത്. ഇത് മിയാസാക്കി, ഇതൊക്കെ ഫുള്ള് മിയാസാക്കിയാണ്. മിയാസാക്കിയാണല്ലേ? നമ്മൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഏതായാലും നല്ലൊരു തീരുമാനം തന്നെ വന്നതിന് ശേഷം പറയാം. നമ്മളെന്താ പറയുക, വിശ്വാസതയാണല്ലോ മെയിൻ ആയിട്ട്. അതെ അതെ. അപ്പൊ ഇതിപ്പോ ഇതിന് ആൾക്കാർ ഇഷ്ടംപോലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് റിസൾട്ട് വരട്ടെ കൊണ്ട് ഇതിന്റെ ചെറിയ തൈകളൊക്കെ എടുത്തില്ലേ? ആ, ചെറുതുണ്ട്. അതിന് ആദ്യം ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് കൊടുക്കാനുള്ള. അപ്പൊ ഇത് സെയിൽ ചെയ്യില്ല ഇപ്പൊ? ഇല്ല, ഇപ്പൊ കൊടുക്കണില്ല. ഇല്ല. ഓക്കെ, ഇതൊക്കെ ഏതാണ് ഈ സപ്പോർട്ടാ? അത് നമ്മൾ ക്രിക്കറ്റ് ബോളാണ്. ക്രിക്കറ്റ് ബോൾ മരത്തിലൊക്കെ കാശ് നിൽക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഇത് തന്നെ നമ്മളടുത്ത് 250 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇത് ഉണ്ടെങ്കിൽ നല്ല ചാമ്പയാണല്ലോ, നിറം അടിപൊളിയാണല്ലോ. ഇത് ഏതാ വെറൈറ്റി? ഇത് സീഡ്ലെസ്. നല്ല മധുരമല്ലേ? ഇത് നല്ല മധുരമാണ്, അടിപൊളിയാണ്. നല്ല നിറമൊക്കെ ഉണ്ട് കാണുമ്പോ. ഇതൊക്കെ ഇങ്ങനെ ഇനി പഴുത്ത് വരികയായിരിക്കും അല്ലേ? അതെ അതെ അതെ. അതേമാതിരി കാറ്റിമൂണിന്റെ തൈകൾ കണ്ടത്. കാറ്റിമൂണൊക്കെ കായായി തുടങ്ങി, ഫ്ലവർ വന്നു തുടങ്ങി. ഇതിലൊക്കെ കായ പിടിച്ചു. കാറ്റിമൂൺ കായ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഇതൊക്കെ എത്ര രൂപ കൊടുക്കാം? ഇതിപ്പോ നമ്മൾ 400 രൂപ കൊടുക്കണം. അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവറും കായും വന്നിട്ടുള്ള 400 രൂപ കൊടുക്കാം. 400 രൂപ കൊടുക്കും. ഇനി ബാക്കി നമ്മള് ഈ മാപ്പസന്ത് ഉണ്ട്, മല്ലിക ഉണ്ട്, ഇതൊക്കെ 200 രൂപ മുതലില്ല തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. കുളമ്പുണ്ട്, നീലനുണ്ട്, ഒരുവിധം തൈകളൊക്കെ നമ്മളത്. ചാമ്പ അല്ലേ? ഇത് ഏതാണത്? അത് സീഡ്ലെസ് തന്നെ. സീഡ്ലെസ് ചാമ്പയാണ് കാണുന്നത്. ഓക്കെ. പിന്നെ തെങ്ങിൻ തൈ. തെങ്ങിൻ തൈ. ഇത് ഏതാണ്? കുറ്റിയാടി ഒറിജിനൽ. എത്ര രൂപ കൊടുക്കത്? ഇത് 150. കുറ്റിയാടി തൈയൊക്കെ നമുക്ക് എത്ര വർഷം കൊണ്ട് റിസൾട്ട് വരും? 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട് കിട്ടും. അബിയോ മരങ്ങളല്ലേ ഇത്? അബിയോ കാഴ്ച മരങ്ങളാണ്. കാഴ്ചതാണ്. കായലിങ്ങനെ ആളുകൾ എടുത്തോണ്ട് 10 വർഷത്തിൽ എന്തായാലും കായ വരും. എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം കായ പറിച്ചതാ അല്ലേ? എത്രത്തോളം ഉണ്ടായിരുന്നു? കുറെ ഉണ്ടായിരുന്നു. ഉണ്ട്. 10 കായിട്ട് മരൊക്കെ ഉണ്ടായില്ല. 10 കായിട്ട്. 10 കായൊക്കെ. അതെ അതെ. ഇത് ജെയിന്റ് ആണ്. ജെയിന്റ് അബിയോ. ഇവിടുത്തെ വിയറ്റ്നാം ഒക്കെ നല്ലോണം കാഴ്ച നിൽക്കുന്ന മരങ്ങൾ അവിടെ ഉള്ളത്. അതെ അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ, ചക്കയാണ് താരം. നമ്മളെ മെയിൻ ആയിട്ട് മൈമനൈസറിന്റെ മെയിൻ കച്ചവടം, മെയിൻ ജനങ്ങൾ ആദ്യം കൂടുതൽ വരുന്നത് പ്ലാവ് അന്വേഷണം. നമ്മൾ ഇതിന്റെ കൂട്ടത്തില് തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തോട്ടം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ തോട്ടം 2 തോട്ടം നമുക്ക് കാണും ചെയ്യാം. തോട്ടപ്പുറത്തുണ്ട്. അപ്പൊ നമ്മള് പുല്ലാര തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ 2 വർഷം, അടുത്ത മാർച്ചിക്ക് ഏപ്രിൽ 13-ന് 2 വർഷത്തേക്കേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു 6 മാസം മുന്നേ ചക്ക ഇടൽ തുടങ്ങി. അതേമാതിരി ഇപ്പൊ ഒരു 4 മാസം മുന്നേ തോട്ടം ചെയ്ത ഒരു തോട്ടമുണ്ട്. ഇപ്പൊ നമുക്ക് വേറെ 2 തോട്ടം ചെയ്യാനുണ്ട്. ആൾക്കാർക്കെങ്കിലും കാലി സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മള് ട്രിപ്പ് ഇട്ടുങ്ങാണ്ട് തുള്ളിനാനോട് കൂടി എങ്ങനെ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഓസിട്ട് നനക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സൗകര്യമാണെങ്കിലും നമ്മള് നനടക്കം എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. കറക്റ്റ് നമുക്ക് 1 വർഷം ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. അത് 100%. അത്ര ഉറപ്പ് ധൈര്യമായിട്ട്. അതിപ്പോ നമ്മളെ ഏത് ഏരിയയിലാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ ഇപ്പൊ ഒന്ന് ചെയ്തിരിക്കുന്നത് പുല്ലാരാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇടവണ്ണ ഉണ്ട്. ഇടവണ്ണ 10 പേരെ പറയും. പിന്നെ ഇനിയിപ്പോ വാണയമ്പലത്തിൽ എനിക്ക് ചെയ്യാണ്ട്, കുറ്റിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് ഇപ്പൊ മലപ്പുറം ജില്ലയില് എവിടെയും ചെയ്തു കൊടുക്കും. കുറച്ച് പുറത്തുനിന്ന് ആൾക്ക് കേരളത്തിൽ നിന്ന് മറ്റുള്ള ജില്ലയിൽ വേങ്ങര, പിന്നെ അച്ഛനമ്പലത്തിൽ ഒരു 3 ഏക്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസംബറിലാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെ സ്റ്റോക്കുള്ള പ്ലാന്റുകളാണ്. നമ്മൾ 80 രൂപ മുതൽ 1500 രൂപ വരെ വിലയുള്ള തൈകൾ ഇതിലുണ്ട്. നഴ്സറിയിൽ 80 രൂപ മുതൽ 1500 രൂപ വിലയുള്ള തൈകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ മിക്കവാറും എല്ലാത്തിനും ചക്കയോടുകൂടിയാണ് കാണുന്നത്. നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഒരു ചക്ക കാണിച്ചത് ഞാൻ, അടിപൊളി ചക്ക, വലിയ ചക്ക കാണിച്ചതാ. ഇത് കണ്ടോ, വലിയ ചക്ക. ഇതൊക്കെ കവറിലായതുകൊണ്ടാണ് അത്ര കേട്ടോ. ശരിക്കും നിലത്താണ് ഒന്നും കൂടി അല്ലെ വലിപ്പമായിട്ട് വരും അല്ലെ? ഷാറായിട്ട് വരും. കണ്ടോ, അടിപൊളി മരം തന്നെ കേട്ടാ. നമ്മളിവിടെ ചക്കയാണ് താരം എന്ന് പറഞ്ഞതിനുള്ള ഒരു തെളിവ് തന്നെ കാണുന്നത്. മൊത്തം ചക്ക കാഴ്ച നിൽക്കുന്ന മരങ്ങളാണ് കാണുന്നത്. അടിപൊളി തന്നെയാണ്. 80 രൂപ ഇട്ടിട്ടാണ് ഇവിടെ ഈ പ്ലാവിൻ തൈകൾ സ്റ്റാർട്ട് ചെയ്യണത്. 1.5 വർഷം കൊണ്ട് 80 രൂപന്റെ പ്ലാന്റുകളൊക്കെ കാഴ്ച തുടങ്ങും എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ കാണുന്നത്. അടിപൊളി ചക്കമരാണ് കാണുന്നത്. ഈ ചക്കയോട് കൂടിയിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കുന്ന? അതിപ്പോ 800 രൂപക്കാണ്. അപ്പൊ നമ്മളാ തൈ കൊടുക്കണേ. ഇതിപ്പോ 1000, 1500 ഒക്കെ ഉണ്ട്. നമുക്ക് സൈസിനനുസരിച്ച്, കടവണ്ണത്തിനനുസരിച്ച്